തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് ജില്ലാ കളക്ടറുടെ താക്കീത്. സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് മുന്നറിയിപ്പ്. കുടുംബശ്രീയുടെ പരിപാടി ഔദ്യോഗികമാണെന്ന് അറിഞ്ഞില്ലെന്നും നടപടി അംഗീകരിക്കുന്നുവെന്നും തോമസ് ഐസക് പറഞ്ഞു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്യുന്നതായി UDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തോമസ് ഐസക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസും കളക്ടർ അയച്ചിരുന്നു. തോമസ് ഐസക് മറുപടി നൽകിയതിനു ശേഷമാണ് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ ഐസക്കിനെ താക്കീത് ചെയ്തത്. സർക്കാർ പരിപാടികളിൽ തോമസ് ഐസക് പങ്കെടുക്കരുത് എന്നാണ് വിലക്ക്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ തോമസ് ഐസക് പങ്കെടുത്തത് ചട്ടലംഘനമാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കളക്ടറുടെ താക്കീത് അംഗീകരിക്കുന്നതായി തോമസ് ഐസക് പ്രതികരിച്ചു. ഔദ്യോഗിക പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല താൻ കുടുംബശ്രീ പരിപാടിയിൽ പങ്കെടുത്തതെന്നും പ്രവർത്തകർ വിളിച്ചപ്പോൾ താൻ പോയതാണെന്നും പ്രവർത്തകർക്ക് ജാഗ്രത കുറവുണ്ടായെന്നും തോമസ് ഐസക് പറഞ്ഞു. സർക്കാർ പരിപാടികളിലതെ സർക്കാർ പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കില്ലല്ലോ. അപ്പോൾ ഇത് അവിടുത്തെ CDS വിളിച്ചതാണ്. എന്നാലും CDSും അത് ഔദ്യോഗികമായിട്ട് കണക്കാക്കണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ, നമുക്ക് തർക്കമൊന്നുമില്ലെന്ന്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ വിശദീകരണം തേടി. വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന് കാണിച്ച് LDF ആണ് പരാതി നൽകിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട, തൃശൂർ.